ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലും സമുദ്ര സുരക്ഷാ മേഖലയിലും പുതിയൊരു സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 അത്യാധുനിക നാവിക കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ശ്യാം പ്രസാദ് മുഖർജി പോർട്ടിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഈ 3 യുദ്ധക്കപ്പലുകളും നാവികസേനയുടെ ഔദ്യോഗിക ഭാഗമായി മാറിയത്. സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ INS ദുണഗിരി, അത്യാധുനിക സർവേ കപ്പലായ INS സൻശോധക്, ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റായ INS അഗ്രയ എന്നിവയാണ് ഒരേ സമയം നീറ്റിലിറങ്ങിയത്. യുദ്ധം, സമുദ്ര സർവേ, അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നീ 3 നിർണായക മേഖലകളിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രഹരശേഷിയും നിരീക്ഷണ പാഠവും ഇരട്ടിക്കാൻ ഈ പുതിയ കപ്പലുകളുടെ വരവോടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിൽ നടന്ന ചരിത്രപ്രധാനമായ കമ്മീഷൻ ചടങ്ങിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി അതിന്റെ സ്വയം പര്യാപ്തതയിലാണെന്ന് അടിവരയിടുകയും പ്രതിരോധ മേഖലയിൽ വെറുമൊരു വാങ്ങുന്ന രാജ്യമോ ആഗോള വിപണിയോ ആയി തുടരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത ഈ 3 കപ്പലുകളും ഇന്ത്യൻ വ്യവസായങ്ങളുടെ പ്രതിഭയുടെയും തദ്ദേശീയ എഞ്ചിനീയർമാരുടെ കഴിവിന്റെയും തൊഴിലാളികളുടെ കഠിനാധ്വാനത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം ഇത് പ്രതിരോധ ഉൽപാദന മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൈവരിച്ച വൻ മുന്നേറ്റത്തിന്റെ തെളിവാണെന്നും സമുദ്ര സുരക്ഷയിൽ അയൽ രാജ്യങ്ങൾക്ക് സൈനികവും സാങ്കേതികവുമായ സഹായം നൽകാൻ തക്കവണ്ണം ഇന്ത്യ വളർന്നു കഴിഞ്ഞതായും കൂട്ടിച്ചേർത്തു. നാവികസേനയുടെ വ്യത്യസ്തവും എന്നാൽ പരസ്പര പൂരകങ്ങളുമായ ആവശ്യങ്ങളെ മുൻനിർത്തി നിർമ്മിച്ച ഈ ത്രിശക്തി കപ്പലുകളിൽ ആദ്യത്തേത് അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ INS ദുണഗിരിയാണ്. ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങളെ കണ്ണുവെട്ടിച്ച് മുന്നേറാൻ ശേഷിയുള്ള തദ്ദേശീയ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കപ്പലിൽ ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് സർഫസ് ടു സർഫസ് മിസൈലുകളും വ്യോമ ഭീഷണികളെ നേരിടാൻ സഹായിക്കുന്ന മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും അതിദൂര ലക്ഷ്യങ്ങളിൽ പോലും കൃത്യമായി കണ്ടെത്തുന്ന റഡാറുകളും സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പലായ INS സൻശോധക് ആഴക്കടലിലും തീരപ്രദേശങ്ങളിലും ഒരുപോലെ ഹൈഡ്രോഗ്രാഫിക് സർവേകൾ നടത്താൻ ശേഷിയുള്ള അത്യാധുനിക സർവേ കപ്പലാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ, ഒഴുക്ക്, താപനില എന്നിവ കൃത്യമായി വിശകലനം ചെയ്ത് പ്രതിരോധ സിവിലിയൻ ആവശ്യങ്ങൾക്കായി വിവരങ്ങൾ ശേഖരിക്കുന്ന ഈ കപ്പലിൽ മനുഷ്യ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിളുകൾ, റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിളുകൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മൂന്നാമതായി നാവികസേനയുടെ ഭാഗമായ INS അഗ്രൈ അനാർല ക്ലാസിൽപ്പെട്ട 4ാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ്. ആഴം കുറഞ്ഞ കടലുകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ കണ്ടെത്താനുള്ള അത്യാധുനിക തദ്ദേശീയ സോണാർ സംവിധാനങ്ങളും അവയെ തകർക്കാൻ ശേഷിയുള്ള ഭാരം കുറഞ്ഞ ടോർപിഡോകളും തദ്ദേശീയ റോക്കറ്റ് ലോഞ്ചറുകളും അഗ്രൈനിൽ ഉള്ളതിനാൽ തീരക്കടലിലെ ഏത് തരം അന്തർവാഹിനി ഭീഷണികളെയും ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇതിലൂടെ സാധിക്കും. പൂർണ്ണമായും തദ്ദേശീയമായ അറിവിലും നിർമ്മാണത്തിലും അധിഷ്ഠിതമായ ഇത്തരം പദ്ധതികൾ രാജ്യത്തിന്റെ പ്രതിരോധ ഇറക്കുമതി ചെലവ് വൻതോതിൽ കുറയ്ക്കാനും ആഭ്യന്തര വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്ന് സാമ്പത്തിക പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുമ്പോൾ ഒരു ആഗോള നാവിക ശക്തി എന്ന നിലയിലേക്ക് ഇന്ത്യ അതിവേഗം ചുവടുവെക്കുന്നതിന്റെ വ്യക്തമായ തെളിവായി കൊൽക്കത്തയിൽ നടന്ന ഈ കമ്മീഷൻ ചടങ്ങ് മാറുന്നു.